ആരായിരുന്നു ഗോവിന്ദച്ചാമി? ചാർലി, തോമസ്, കൃഷ്ണൻ, രാജ, രമേശ്, ഗോവിന്ദച്ചാമി. ഓരോ നാട്ടിലും ഓരോ പേര്. കേരള തമിഴ്നാട് പോലീസ് രേഖകളിൽ ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളി അറിയപ്പെടുന്നത് ഒട്ടേറെ പേരുകളിൽ. തമിഴ്നാട് സേലം വിരുദാചലം സമത്വപുരത്തെ ഐത്തുക്കുടി എന്ന ഗ്രാമത്തിൽ ജനനം. പിതാവ് ഇന്ത്യൻ ആർമിയിലെ സൈനികനായിരുന്നു. ഗോവിന്ദച്ചാമിയുടെ സഹോദരൻ സുബ്രഹ്മണ്യൻ. അങ്ങേയറ്റം ടോക്സിക്കായൊരു ബാല്യമായിരുന്നു രണ്ടാളുടേതും. കടുത്ത മദ്യപാനിയായിരുന്നു പിതാവ്. പീഡനം സഹിക്കവയ്യാതെ മാതാവ് മാനസിക രോഗിയായി തെരുവിൽ അലഞ്ഞു നടക്കാറുണ്ടെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒടുവിൽ വാഹനാപകടത്തിൽ മരിച്ചു. പിന്നാലെ പിതാവും. ഇതോടെ കുടുംബം അനാഥരായി. ഇതിനിടയിൽ ഗോവിന്ദച്ചാമിയും സഹോദരനും മോഷണ ശ്രമങ്ങൾ തുടർന്നു. അതൊരു തൊഴിലാക്കി. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു ഇവരുടെ തുടക്കം. മിക്കയിടത്തും യാചകന്റെ വേഷത്തിലെത്തിയായിരുന്നു മോഷണം. സേലം, പഴനി, ഈറോഡ്, കടലൂർ, തിരുവണ്ണൂർ, താമ്പരം കോടതികളിൽ നിന്നെല്ലാം ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിലും ജാമ്യത്തിലിറങ്ങി മുങ്ങുകയാണ് പതിവ്. സേലം കോടതിയിൽ വിചാരണ നടക്കവേ ജാമ്യത്തിലിറങ്ങി കേരളത്തിലെത്തിയാണ് തീവണ്ടി യാത്രക്കാരിയായ സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് പണം കവർന്ന് കൊലപ്പെടുത്തിയത്. ഗൾഫ് മീഡിയ 24 ന്യൂസ് ഡെസ്ക്.